ലൈസൻസ് ഇല്ലാതെ ഇന്ത്യയിൽ വാഹനം ഓടിക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ് ഉത്തരം. കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം നിശ്ചിത സാങ്കേതിക പരിധിക്കുള്ളിൽ വരുന്ന ചില ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് ഇത് ബാധകമാവുക. വിദ്യാർത്ഥികൾ, മുതിർന്ന പൗരന്മാർ, ചെറുദൂര യാത്രക്കാർ എന്നിവരാണ് ഇത്തരത്തിലുള്ള ഇരുചക്ര വാഹനങ്ങൾ കൂടുതലായും ഉപയോഗിക്കാറുള്ളത്. കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം നിശ്ചിത സാങ്കേതിക പരിധിക്കുള്ളിൽ വരുന്ന ചില ഇരുചക്ര വാഹനങ്ങൾ ലൈസൻസ് ഇല്ലാതെ നിയമപരമായി ഓടിക്കാവുന്നതാണ് എന്ന കാര്യം നമ്മളിൽ പലർക്കും അറിയില്ല എന്നതാണ് സത്യാവസ്ഥ. വർദ്ധിക്കുന്ന ഇന്ധനവിലയും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റവും ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഇന്ത്യയിൽ വലിയ ഡിമാൻഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കുറഞ്ഞ ചെലവും ഉപയോഗിക്കാനുള്ള എളുപ്പവും കാരണം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഇവ വ്യാപകമാവുകയാണ്. ഇതിൽ ചില മോഡലുകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടായിരിക്കും ലൈസൻസ് ആവശ്യമില്ലാത്തത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങൾ അഥവാ CMVR പ്രകാരം 250 വാട്ടിൽ താഴെ മോട്ടോർ പവർ ഉള്ളതും പരമാവധി വേഗത മണിക്കൂറിൽ 25 കിലോമീറ്റർ കൂടാത്തതുമായ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ നോൺ ട്രാൻസ്പോർട്ട് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അതിനാൽ ഇവ ഓടിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമില്ല. ഈ വിഭാഗത്തിൽപ്പെടുന്ന വാഹനങ്ങൾക്ക് പല സംസ്ഥാനങ്ങളിലും RTO രജിസ്ട്രേഷനും നമ്പർ പ്ലേറ്റും ആവശ്യമില്ല. ഇൻഷുറൻസ് നിർബന്ധമല്ലെങ്കിലും സുരക്ഷയ്ക്കായി എടുക്കേണ്ടതാണ്. ഇന്ത്യയിൽ ലൈസൻസ് ഇല്ലാതെ ഓടിക്കാവുന്ന പ്രശസ്ത ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഒക്കിനാവ ലൈൻ, ഹീറോ ഇലക്ട്രിക് ഫ്ലാഷ്, ഹീറോ ഇലക്ട്രിക് അട്രിയ LX, ലോഹിയോ ഓമോസ്റ്റാർ തുടങ്ങിയവ. വിദ്യാർത്ഥികളും സ്ത്രീകളും മുതിർന്നവരുമാണ് ഇവ വ്യാപകമായി തിരഞ്ഞെടുക്കുന്നത്. കുറഞ്ഞ പ്രവർത്തന ചെലവാണ് ഇവയുടെ മറ്റൊരു നേട്ടം. എന്നാൽ എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറുകളും ലൈസൻസ് ഇല്ലാതെ ഓടിക്കാമെന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. 25 കിലോമീറ്റർ വേഗതയ്ക്ക് മുകളിൽ പോകുന്ന ഹൈസ്പീഡ് സ്കൂട്ടറുകൾക്ക് നിർബന്ധമായും ഡ്രൈവിംഗ് ലൈസൻസ്, രജിസ്ട്രേഷൻ, ഇൻഷുറൻസ് എന്നിവ ആവശ്യമാണ്. മാത്രമല്ല, നിയമലംഘനം നടത്തിയാൽ പിഴയ്ക്കും കേസിനും കാരണമാവുകയും ചെയ്യും. അതേസമയം പെട്രോൾ ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനങ്ങളിൽ ലൈസൻസ് ഒഴിവാക്കൽ നിലവിൽ ഇന്ത്യയിൽ ഇല്ല. 50 cc ആയാലും 100 cc ആയാലും പെട്രോൾ സ്കൂട്ടറോ ബൈക്കോ ഓടിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധം തന്നെയാണ്. ഇപ്പോഴും പഴയ നിയമങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പലരും വിശ്വസിക്കുന്നുണ്ട്. ലൈസൻസ് ആവശ്യമില്ലാത്ത വാഹനങ്ങളാണ് ഓടിക്കുന്നതെങ്കിലും സുരക്ഷാ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാൽ പോലീസ് നടപടിയും ഉണ്ടാകും. അതിനാൽ ലൈസൻസ് വേണ്ടെങ്കിലും ഉത്തരവാദിത്തോടെ വാഹനം ഓടിക്കേണ്ടതാണ്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കും പ്രായമായ പൗരന്മാർക്കും ലൈസൻസ് ലഭിക്കാത്തവർക്കും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വലിയ ആശ്വാസം തന്നെയാണ്. വേഗത കുറവായതുകൊണ്ട് അപകട സാധ്യതയും കുറവായിരിക്കും. പരിസ്ഥിതി സൗഹൃദമായതിനാൽ ഭാവിയിൽ ഇത്തരം വാഹനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ കഴിയുന്നത് 250 വാട്ടിൽ താഴെ പവറുള്ള മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗതയ്ക്കുള്ളിൽ വരുന്ന ലോ സ്പീഡ് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ്.